ബേസിക്കലി കഥാപാത്രത്തിൻ്റെ പേര് ഭാവന ആണ്. ഭാവന വന്നിട്ട് ഒരു നോർമൽ എല്ലാവരുടെ വീട്ടിലിരിക്കുന്ന പോലെ ഒരു ഹൗസ് വൈഫാണ്. പക്ഷേ ഒരു ഇൻസിഡൻറ്റിന് കാരണം ഒരു ചെറിയൊരു പ്രോബ്ലമിൽ വരും. ആൻഡ് എങ്ങനെയാണ് ജയറാം സാറും ഹൗ ഹി ഹെൽപ്സ് ടു ഗെറ്റ് ഹർ ഔട്ട് ഓഫ് ദ ഹൗ ഹി ഹെൽപ്സ് ഹർ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ പ്രോബ്ലം, അതാണ്. സോ കുറേ ഇതൊരു ഫാമിലി നീറ്റ് ക്ലീൻ ഫാമിലി എൻ്റർടൈനറാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടും ഈ പടം. ആൻഡ് യെസ്, ഇത് ഫസ്റ്റ് ടൈമാണ് ജയറാം സാറ് കൂടെ ഞാൻ അഭിനയിക്കുന്നത്. ആൻഡ് ഓബ്വിയസ്ലി വിത്ത് സിബി സാർ ഓൾസോ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഐ എം വെരി എക്സൈറ്റഡ് ആൻഡ് ഐ എം ഈഗർലി ലുക്കിംഗ് ഫോർവേഡ് ടു ദ റിലീസ് ഓഫ് ദ ഫിലിം. നമസ്കാരം. ഗാലക്സി ഫിലിംസിൻ്റെ ബാനറിൽ മിലഞ്ചലിൽ നിർമ്മിച്ച് ഗിരീഷ് കുമാറിൻ്റെ രചനയിൽ സിബി മലയിൽ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ രസകരമായ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന അതിഥികളാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അഡ്വക്കേറ്റ് മനോജ് എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഭാര്യ ഭാവന പ്രിയാമണിയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾക്കൊരു മകളുണ്ട്. വളരെ സന്തോഷകരമായ ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്ന അതിഥികൾ അതിലൊരുപാട് പേരുണ്ട്. വളരെ രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കലാഭവൻ ഷാജോനുണ്ട്, നരയനുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ. കുറച്ച് കാലങ്ങൾക്ക് ശേഷം തിരിച്ചും ഇന്നസെൻ്റ് ഏട്ടൻ എൻ്റെ അച്ഛനായിട്ട് വളരെ രസകരമായൊരു കഥാപാത്രവുമായി വരുന്നു. അമ്മ ലളിത ചേച്ചി. കഴിഞ്ഞ 10-27 വർഷക്കാലമായിട്ട് ഒരുപാട് കുടുംബചിത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഓരോ കുടുംബചിത്രങ്ങൾ ചെയ്യുമ്പോഴും എന്താണ് അതിന് വ്യത്യാസം എന്ന് ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളുടേതായിട്ടുള്ള കൾച്ചറിൽ വരുമ്പോൾ അമ്മ, അച്ഛൻ, കൂടപ്പിറപ്പുകൾ, അതിനകത്ത് വരുന്ന അല്ലെങ്കിൽ അച്ഛനും മക്കളും തമ്മിലുള്ള അത്തരം റിലേഷൻസാണ് സാധാരണ ഇത്തരം സിനിമകളിലൊക്കെ പറയുന്നത്. അത് നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു നല്ല വ്യത്യസ്തതയുള്ളൊരു സിനിമയാണിത്. കാരണം ഇങ്ങനൊരു പ്രമേയം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സിബി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്, ഗാലക്സി ഫിലിംസിൻ്റെ കൂടെ പിന്നെയും ഒരു സിനിമ ചെയ്യാൻ കഴിയുന്നത്, ഒരുപാട് എനിക്ക് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഗിരീഷ് കുമാറിൻ്റെ കൂടെ പിന്നെ ഒരു സിനിമ ചെയ്യാൻ കഴിയുന്നത്, ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമാണ്. എന്തായാലും ഈ മാസം ഒക്ടോബർ മാസം അവസാനത്തിനുള്ളിൽ തിയേറ്ററുകളിലെത്തുന്ന ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ, കുടുംബ സിനിമ ഇഷ്ടപ്പെടുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന, നമ്മളുടെ കൾച്ചറിലുള്ള സിനിമകളെ സ്നേഹിക്കുന്ന മലയാളികൾക്ക്, എൻ്റെ കുടുംബ പ്രേക്ഷകർക്ക് എന്നും മനസ്സിൽ ഓർത്തു വയ്ക്കാവുന്നൊരു നല്ല സിനിമയായിരിക്കും. ഇമോഷൻസിന് wherever it is necessary ഇമോഷൻസ് ഉണ്ട്. ആൻഡ് യെസ്, ജയറാം സർ കൂടുതൽ ഫാമിലി ഓറിയൻറ്റഡ് സിനിമാസ് ചെയ്തിട്ടുണ്ട്. ഞാനും ജയറാം സാറിൻ്റെ കുറേ ഫിലിംസ് കണ്ടിട്ടുണ്ട്. ആൻഡ് ഇത് ആസ് ഐ സെഡ് ഇതൊരു നീറ്റ് ക്ലീൻ ഫാമിലി എൻ്റർടൈനറാണ്. നല്ലൊരു സിനിമ ആണ്. സോ സെൻറ്റിമെൻറ്റിന് സെൻറ്റിമെൻറ്റ് ഉണ്ട്, കോമഡി ഉണ്ട്. സോ ഇത് മുഴുവൻ അങ്ങനെ ഓൺലി സെൻറ്റിമെൻറ്റ് ഓർ ഓൺലി ഇമോഷൻസ് എന്ന് അങ്ങനെയൊന്നുമില്ല. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമോഷൻസ് എന്ന് പറയാം. And Sibi sir has dealt with it ഈ സബ്ജക്റ്റ് വന്നിട്ട് he's dealt with it very neatly, very nicely എന്ന് പറയാം. ആൻഡ് പിന്നെ ബിക്കോസ് കൂടുതൽ പറഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ലൈക്ക് ഗിവിങ് അവേ ദ സ്റ്റോറി. അപ്പോൾ യെസ്, ഇറ്റ്സ് ക്വൈറ്റ് ആൻ തീർച്ചയായിട്ടും ഇറ്റ്സ് എ നൈസ് സിനിമ. ഒരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. വിത്ത് സ്ലൈറ്റ് ട്വിസ്റ്റ് ഹിയർ ആൻഡ് ദെയർ. യെസ്, because that's what I feel makes a cinema. So തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ബിക്കോസ് ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ ഈ ടൈറ്റിൽ തന്നെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ടൈറ്റിൽ എന്ന് പറയാം. ബിക്കോസ് ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ എന്ന് പറഞ്ഞാൽ പീപ്പിൾ വിൽ തിങ്ക് എന്തായിരിക്കും അതിഥികൾ, ആരായിരിക്കും, വാട്ട് കുഡ് ബി ദ സ്റ്റോറി എന്ന്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഒരു ചെറിയൊരു ഗെറ്റ്സ് യു സ്ലൈറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ദി മൂവി ആസ് സച്ച്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടാൽ ദേ വിൽ നോ വാട്ട് ദ സ്റ്റോറി ഈസ് ഓൾ അബൌട്ട്.
എല്ലാത്തരം സിനിമകളും ചെയ്യാൻ കഴിയുന്ന സംവിധായകരെന്ന് പറയുന്നത് മലയാളത്തിലെ ചുരുക്കം സംവിധായകരുടെ കൂട്ടത്തിൽ നമുക്ക് പറയാവുന്ന ഏറ്റവും നല്ല സിനിമകൾ ചെയ്യാവുന്ന സംവിധായകരുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ പറയാവുന്ന ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നൊരു സംവിധായകനാണ് സിബി മലയിൽ. ഞാൻ എല്ലാത്തരം സിനിമകളിൽ നിന്ന് ഉദ്ദേശിച്ച് സിബി സാറിൻ്റെ കൂടെ തന്നെ ഞാൻ സമറിൻ ബദ്ലയം പോലുള്ള സിനിമയും ചെയ്തിട്ടുണ്ട്, കളിവീട് പോലത്തെ സിനിമയും ചെയ്തിട്ടുണ്ട്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള എൻ്റെ മകന് നാഷണൽ അവാർഡ് നേടിത്തന്ന എൻ്റെ വീട് അപ്പൂൻ്റെയും പോലത്തെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എനിക്ക് വളരെ നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുള്ള ഒരു സംവിധായകനാണ് സിബി സാർ. സിബി സാറിൻ്റെ കൂടെയൊക്കെ വീണ്ടും ഒരു സിനിമ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഒരു വലിയ മഹാഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ്. ആ ഗണത്തിൽപ്പെടുത്താവുന്നൊരു സിനിമ തന്നെയാണ് ഇത്. പ്രത്യേകിച്ച് സിബി സാറും ഗിരീഷുമായിട്ടുള്ളൊരു നല്ല കെമിസ്ട്രിയാണ് അവർ തമ്മിൽ. അമൃതം എന്നുള്ള സിനിമ അതിന് വലിയൊരു ഉദാഹരണമാണ്. എന്തായാലും ഞാൻ ഈ ഒരു സിനിമ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് എപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എപ്പോഴും കുടുംബ ചിത്രങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച്. അപ്പം ഞാൻ എപ്പോഴും അവരോട് പറയുന്നതാണ്, നമ്മളുടെ ഒരു കൾച്ചറിൽ നിന്നുകൊണ്ടുള്ള സിനിമ ചെയ്യാൻ എപ്പോഴും എനിക്കിഷ്ടമാണ്. അത് ഇനിയും ഒരുപാട് സിനിമകൾ അത്തരത്തിൽ കഥ പറയാനുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും സിബി സാറുമായിട്ടുള്ള അസോസിയേഷൻ വീണ്ടും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇത് സിബി സാർ തന്നെ എന്നെ സ്വന്തമായിട്ട് വിളിച്ചിട്ട് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആണ്, അപ്പോൾ പ്രിയ ചെയ്യണമെന്ന് പറഞ്ഞു. സിബി സാർ തന്നെ ഫോൺ ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഐ കാൺട്ട് സേ നോ, ബിക്കോസ് ഇത്ര വലിയൊരു ഡയറക്ടറാണ്, സച്ച് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ബിഗ് ഡയറക്ടർ. സോ സിബി സാർ തന്നെ വിളിക്കുമ്പോൾ ഐ ഡിഡ്ന്റ് തിങ്ക് ട്വൈസ്. ഐ ഇമീഡിയറ്റ്ലി സെഡ് യെസ്, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡേറ്റ്സ് അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. ഇതൊരു സ്റ്റാർട്ട് ടു ഫിനിഷ് ഷെഡ്യൂളായിരുന്നു. സോ ഇനിഷ്യലി യെസ്, എനിക്ക് കുറച്ച് പേടിയായിരുന്നു സിബി സാർ എങ്ങനെയായിരിക്കും സെറ്റിൽ, വിൽ ഹി ബി നൈസ്, കുറച്ചൊരു കാം പേഴ്സൺ ആയിരിക്കുമോ, ഓർ വിൽ ഹി ബി എ ലിറ്റിൽ ഭയങ്കര ടെൻഷനായിട്ടൊരു ഡയറക്ടർ ആയിരിക്കുമോ എന്ന്. പക്ഷേ ഹീ ഈസ് സച്ച് എ സ്വീറ്റ് ഹാർട്ട് ദാറ്റ് ഐ തിങ്ക് ഫസ്റ്റ് തൊട്ട് ഇതുവരെ ഞാൻ സാറ് വന്നിട്ട് ഒരു ടെൻഷൻ ഇല്ലാണ്ടാണ് ഞാൻ കണ്ടത് സെറ്റിൽ. ബിക്കോസ് എവറി ടൈം മോർണിംഗ് ടു ഈവനിങ് പാക്കപ്പ് വരെ ഹീ ഈസ് ഓൾവേസ് സ്മൈലിംഗ് ആൻഡ് ഹീ സച്ച് എ സ്വീറ്റ് ഡയറക്ടർ ദാറ്റ് എന്തെങ്കിലും വെറെവർ ദ സീൻ ഇസ് ഓർ ഷോട്ട് ഇസ് എന്തായാലും ഹീൽ കം ആൻഡ് ഹീൽ ഹെൽപ്പ് യു ഔട്ട് ആൻഡ് ഭയങ്കരമായിട്ട് ഹീൽ മേക്ക് യു ഫീൽ കംഫർട്ടബിൾ ഓൺ ദ സെറ്റ്സ്. ആൻഡ് സോ ഇറ്റ് വാസ് എ പ്ലെഷർ, ഒരു അബ്സല്യൂട്ട് പ്ലെഷർ ആയിരുന്നു വർക്കിംഗ് വിത്ത് സിബി സർ. ആൻഡ് I hope I can get to work with him in the future as well.